നമസ്കാരം. വാർത്താ ദിനം ആരംഭിക്കുകയാണ്. വാർത്തകളുടെ ഇന്ന് നടക്കാൻ പോകുന്ന വിവരങ്ങൾ, വിശദാംശങ്ങളെല്ലാം നമ്മൾ ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യും. പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ഞങ്ങളുടെ പ്രതിനിധികൾ പലയിടത്തായി ചേരുകയും ചെയ്യും. നമുക്ക് വാർത്താരംഭത്തിൽ ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ. പ്രദേശത്ത് കാട്ടാന കൂട്ടമെത്തുന്നത് പതിവ്. പാലക്കാട് ട്രെയിൻ ഇടിച്ചു പരിക്കേറ്റ ആനയുടെ നില ഗുരുതരം. ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം പരാജയം. വയനാട്ടിൽ ഗണപതി വട്ടം അജണ്ടയാക്കി BJP. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളന പോസ്റ്ററിലും ഗണപതി വട്ടം. പേരുമാറ്റാൻ കെ സുരേന്ദ്രൻ ശ്രമിക്കേണ്ടെന്ന് എളമരം കരീം. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വയനാട്ടിൽ. ആനി രാജയുടെ 3ാം ഘട്ട പര്യടനം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കേരളം. വോട്ടെടുപ്പിന് ഇനി 14 ദിവസം. ജനമനസ്സറിയാനായി ന്യൂസ് 18ന്റെ വോട്ടോട്ടം ഇന്ന് കൊല്ലം ജില്ലയിൽ. ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഞങ്ങളുടേതായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഈ മത്സ്യമേഖലയിലോട്ട് ചെറുകിട വ്യവസായികളെ പറ്റി അന്വേഷിക്കുകയോ അവരുടെ കുറവെന്താണെന്ന് അന്വേഷിക്കുകയോ ഞങ്ങൾക്കൊരു മാന്യമായ പലിശയ്ക്ക് പൈസ തരിക അങ്ങനൊന്നുമില്ല. വോട്ട് ചെയ്യത്തില്ല, എന്നാലും അത്ര അവര് ചെയ്ത് അവരെ ഭാര്യയും മക്കളും നേടും. നമുക്കെന്താണ് അവര് എന്ത് ചോദിക്കും തൊഴുതുകൊണ്ടാണ് വരുന്നത്. ന്യൂസ് 18 ഗോദ കോട്ടയത്ത്. കർണാടകയിൽ KS ഈശ്വരപ്പ ഇന്ന് പത്രിക നൽകും. പോരാട്ടം BY രാഘവേന്ദ്രയ്ക്കെതിരെ. വിമതനായി മത്സരരംഗത്തിറങ്ങിയത് മകന് സീറ്റ് നിഷേധിച്ചതോടെ. കൺസ്യൂമർ ഫെഡ് വിഷുചന്തകൾ ഇന്നു മുതൽ 13 ഇന നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കും. ഉത്സവചന്ത ആരംഭിക്കുന്നത് ഹൈക്കോടതി വിധി അനുകൂലമായതോടെ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും അതിജീവിത. പാലക്കാട് മണ്ണാർക്കാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ 3ാമത്തെ കുട്ടിയും മരിച്ചു. അപകടം ചെറുപുഴ പാലത്തിന് സമീപം ഇന്നലെ. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ അപകടത്തിൽപ്പെട്ടു. കൊട്ടാരക്കരയിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. അപകടം പുലർച്ചെ 5 മണിക്ക്. വാതക ചോർച്ചയില്ല. MC റോഡിൽ ഗതാഗത നിയന്ത്രണം. ലോറി ഉയർത്താൻ ശ്രമം തുടരുന്നു. വാർത്താരംഭം വിശദമായി. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം അത് തുടരുകയാണ്. പ്ലാച്ചേരി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ആനയെ മയക്കുപിടിവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ ഒരു ഏകദേശം 1:30 സമയത്തോടു കൂടിയാണ് ഇവിടെ ഈ ആന ചാടി എന്നുള്ള വിവരം അറിയുന്നത്. അപ്പൊ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആന നാട്ടിലെ ഏറ്റവും പ്രശ്നക്കാരനായുള്ള ഒരു ആനയാണ്. എന്നെ തന്നെ ഈ ആന ഓടിച്ച് ഞാനൊരു 2 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയാണ്. നമുക്ക് ഈ ആനനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആനനെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന ഇപ്പൊ വന്നേക്കുന്നത് ഏകദേശം 3 കിലോമീറ്ററോളം വനത്തിൽ നിന്ന് വിട്ടിട്ടാണ് ഈ ആന ഇപ്പൊ ഈ കിണറ്റിൽ വന്ന് ചാടിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിൽ ഈ ആനനെ മയക്കുപിടി വെച്ച് നമുക്ക് ഈ സാധനത്തിന് ഇവിടെ നിന്ന് കൊണ്ടുപോകാം. കാരണം ഇത്രയും പ്രശ്നക്കാരാണ് ആന. കാരണം ബൈക്കിന്റെ പുറകെ ഓടിയെത്തുന്നു, ആൾക്കാരെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു 3-4 ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനായ ആനനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. മയക്കുപിടിച്ച് കൊണ്ടുപോകണം. ഇപ്പൊ ഇവിടുന്ന് കയറ്റിവിടാനുള്ള നടപടിയാണ് ഒരു ഫോറസ്റ്റുകാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് കയറ്റിവിട്ടാൽ തന്നെ ഏകദേശം 3 കിലോമീറ്റർ ജനവാസ മേഖലയിലൂടെ പോയാൽ മാത്രമേ ആനയ്ക്ക് വനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മയക്കുപിടി വെച്ച് തന്നെ ഈ ആനനെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യം. ആനശല്യം കണ്ടമാണ്. വെച്ചാൽ ഒരു 8-10 വർഷത്തിന് ഇടയ്ക്ക് ഭയങ്കര ശല്യമാണ്. ഇത് ഞങ്ങൾ ഇന്നല്ല, ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷിക്കുന്ന സംഭവമാണ്. ഒന്നെങ്കിൽ ഒരു മനുഷ്യനെ ആന ചവിട്ടി കൊല്ലും, അല്ലെങ്കിൽ ഒരു ആന കിണറ്റിൽ വീഴും എന്നുള്ളത് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. നേരം വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് കേട്ടേക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ആന എങ്ങനെ പോയാലും ഒരു ആന വീഴാനുള്ള ഒരു സാഹചര്യം അത്രയ്ക്ക് അതിൽ കൂടുതൽ ആന വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമുക്ക് പ്രശ്നമുള്ളതുകൊണ്ട്
എന്നെങ്കിലും ഒരു ആന കിണറ്റിൽ വീഴും എന്ന് നമ്മൾ വളരെ താല്പര്യത്തോടെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കാനെങ്കിലും പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു ആന വീണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഈ നാട്ടുകാർ ഇങ്ങനെ ഒരു എന്നാ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളതും അറിയിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഇന്നാണ്, വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങൾ അതിനോട് സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പൊ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. മെയിനായിട്ട് MLA ആൾക്കാരോ അല്ലെങ്കിൽ ബാക്കി ആൾക്കാരോ ഒന്നും എത്തിയിട്ടില്ല. നിലവിൽ പഞ്ചായത്ത് മെമ്പറോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലുള്ള ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അവർ വരുന്നതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും അവരോട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, നാട്ടുകാരുടെ നിലപാട് അത് വ്യക്തമാണ്, കൃത്യമാണ്. 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കിണറിന്റെ ഭാഗത്ത് നിന്ന് വനാതിർത്തിയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ആനയെ രക്ഷപ്പെടുത്തി കയറ്റിവിടാനുള്ള ശ്രമം അത് നടക്കില്ല, മയക്കുവെടി വെക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ആനയെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം അത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വനംവകുപ്പിന്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിരന്തരമായ അവഗണനയ്ക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ എൽദോ. അങ്ങനെ ആ ഒരു സാഹചര്യം ഇങ്ങനെ തുടർച്ചയായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, കൃഷിവിളകൾ നശിപ്പിക്കുന്നു, ജനങ്ങളുടെ ജീവന് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് തന്ന ഒരു കേട്ട ഒരു ബൈറ്റ് അനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പുള്ളി ആക്രമിച്ച് 2 മാസം പുള്ളി ചികിത്സയിലായിരുന്നു. അതുപോലെ ബൈക്ക് കാണുമ്പോൾ പിന്നാലെ ഓടി ചെല്ലുന്നു. അപ്പോ അതൊരു ബൈക്ക് യാത്രികനോ അല്ലെങ്കിൽ കാർ യാത്രികനോ ഒക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ആനയ്ക്ക് ആ പ്രദേശം മുഴുവൻ അറിയാവുന്ന ആനയാണ്, അല്ലെങ്കിൽ പ്രദേശത്തിൽ നാട്ടിൽ നാശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മയക്കുവെടി വെച്ചിട്ട് ആനയെ കടത്തിവിടണം, അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറ്റി അയക്കണം എന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. കാരണം ആന 3 കിലോമീറ്റർ ദൂരത്തോളം കഴിഞ്ഞാലേ കോട്ടപ്പടി വനത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഈ പോകുന്ന പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോൾ കിണറ്റിൽ വീട് മുറിവേറ്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുള്ള ആനയാണ്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയാണ്. അപ്പോ അങ്ങോട്ട് ആന മടങ്ങി പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഒരു അക്രമാസക്തനായേക്കാം, അത്തരം ഭാവങ്ങൾ കാണിച്ചേക്ക് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ സ്ഥാപന വസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി മുന്നിൽ ആണ് നാട്ടുകാർ ഇങ്ങനത്തെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടുത്തെ എന്നുള്ളതല്ല, പ്രത്യേകിച്ചും വനത്തിനടുത്തുള്ള ഈ ജനവാസ മേഖലകളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ചൂട് കൂടിയിട്ടാകാം, ഭക്ഷണം തേടിയാകാം, കൃഷിവിളകൾ തേടിയാകാം. ആനയ്ക്ക് ഇഷ്ടമുള്ള കൃഷി വിളകളൊക്കെ ഉണ്ട് എന്ന് ചില മൃഗസ്നേഹികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ച് വരുന്നതാക്കാം. എന്തൊക്കെ തന്നെ ആയാലും വനംവകുപ്പ് ഇതിന് വേണ്ടത്ര കരുതലുകൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഒരു ആരോപണമല്ല. കാരണം ഈ ഒരു 1 മാസം മുൻപ് ആണ് ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീയെ കോതമംഗലത്ത് ശിവാലി മേഖലയോട് ചേർന്നുള്ള ഭാഗത്ത് ആന കുത്തിക്കൊന്നത്, നേരിമംഗലം ഭാഗത്തായിട്ട് ആന ചവിട്ടിക്കൊന്നത്. ആ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അന്ന് അവിടുത്തെ ജനങ്ങളെല്ലാം പ്രതിഷേധത്തിനും ശക്തമായ പ്രതിഷേധമായിരുന്നു വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉണ്ടാക്കിയത്. ഇനി ഈ വിളകളൊക്കെ നശിച്ചാലും എവിടുന്നെങ്കിലും ഒക്കെ വായ്പയെടുത്തും അല്ലെങ്കിൽ ഉള്ള സ്വർണവും വസ്തുവൊക്കെ പണയപ്പെടുത്തിയിട്ടും ഒക്കെ ആയിരിക്കാം ഇവര് ഉപജീവന മാർഗമാണ് ഇവരെ സംബന്ധിച്ച് കൃഷി. അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ ഈ വിളകളൊക്കെ നശിപ്പിച്ചാൽ തന്നെ അതിന് എത്ര നഷ്ടപരിഹാരം നൽകാനൊന്നും സർക്കാർ തയ്യാറാകുന്നില്ല, സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല, വനം വകുപ്പ് തയ്യാറാകുന്നില്ല, കൃഷി വകുപ്പ് തയ്യാറാകുന്നില്ല. ഈ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവര് കാട്ടുന്നുണ്ട്. ഇത്തരം സാഹചര്യം ഉണ്ടായേ പറ്റൂ എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ തന്നെ ചർച്ചകളിൽ പലരും സൂചിപ്പിച്ച സാധനമാണ് റെഞ്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫെൻസിങ് ഉണ്ടാക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ ആനയ്ക്ക് നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും ബലം ഇല്ലാത്ത ഫെൻസിങ്ങുകൾ നിർമ്മിച്ച് കാട്ടാനകൾ വീണ്ടും കാട്ടിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്ന സാഹചര്യമൊക്കെ പിന്നെയും വനംവകുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വഴിത്താരകൾ, ആനത്താരകൾ, ഇതൊക്കെ വ്യക്തമാകാത്ത വിധം അത് ജനവാസ അല്ലെങ്കിൽ ഇവരുടെ വനംവകുപ്പിലെ വാഹനങ്ങൾ അതുവഴി കടന്നുപോയിട്ട് അത് ഒരു ആൾത്താരയായിട്ട് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി മുന്നോട്ട്. ഇത്തരത്തിലൊക്കെ മൃഗങ്ങൾ അക്രമാസക്തരാവുകയും
അല്ലെങ്കിൽ ഒരു പക്ഷെ ഭയം കൊണ്ടാകാം, എന്തൊക്കെ സാഹചര്യങ്ങളായാലും ഇതിന്റെ എല്ലാ കോൺസിക്വൻസ് അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ആ ഒരു അങ്ങേയറ്റം കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ചും ഓരോ ആളുകളും ഭീതിയോടെ ഈ പറയുന്നത് ഒന്ന് ശ്വാസം അടക്കി പിടിച്ചിരുന്നാൽ കേൾക്കുന്ന ശബ്ദമൊക്കെ വന്യമൃഗങ്ങളുടേതാണോ എന്ന ഭീതിയോട് കൂടി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവരുടെ പ്രതിഷേധത്തിന് നമുക്ക് പ്രതിഷേധം കണക്കിലെടുക്കാതെ സർക്കാരിനും വനംവകുപ്പിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം അത് മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അതിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. ഇനിയുള്ള മണിക്കൂറിലും അവിടെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യത അത് മുന്നിലേക്ക് പോകില്ല എങ്കിൽ നാട്ടുകാർ അവിടെ പ്രതിഷേധിക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി പാലക്കാട്ടേക്ക്. പാലക്കാട് കോട്ടേക്കാട് റെയിൽവേ പാളം മുറിച്ചു കിടക്കുന്നതിനിടെ പരിക്കേറ്റ ആനയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ആനയ്ക്ക് പിൻകാലുകൾക്ക് ബലം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിദഗ്ധ സംഘം പറയുന്നത്. കിടപ്പിലായ ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. വിനേഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനേഷ്, ഈ ആനയെ വീക്ഷിക്കാനായി ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ഒരു വിദഗ്ധ സംഘം തന്നെ. പക്ഷേ അപ്പോഴും അവർ അനുകൂലമായിട്ടുള്ള ആശാവഹമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ പങ്കുവയ്ക്കുന്നത്. എൽദോ 4 അംഗ മെഡിക്കൽ സംഘമാണ് ആനയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പിൻകാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടി എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. പക്ഷേ ആനയ്ക്കിപ്പോൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പിൻകാലുകൾക്ക് ബലം കൊടുക്കാൻ കഴിയാത്തതാണ് കാരണമെന്നാണ് പറയുന്നത്. കുഴ തെറ്റിയിട്ടുണ്ട്. പക്ഷേ ആനയ്ക്ക് ആന്തരിക അവയവങ്ങളിൽ എവിടെയോ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ബലപ്പെടുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം വാളയാർ റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളെ കാണും. ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആന എഴുന്നേൽക്കാൻ കഴിയാത്തത് മാത്രമല്ല, ആനയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വെറ്റനറി സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കൊട്ടേക്കാട് ഭാഗത്ത്, മലമ്പുഴ കൊട്ടേക്കാട് ഭാഗത്ത് ആന റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഇതിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലേക്ക് പോയി അല്പസമയം ആന അവിടെ നിൽക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആനയെ ഒരു കാട്ടിൽ ആ കുറ്റിക്കാട്ടിലെ ഒരു ഉൾഭാഗത്തേക്ക് തന്നെ വനം വകുപ്പിന്റെ സംരക്ഷണയിലേക്ക് മാറ്റിയിട്ട് ഇവിടെയാണ് ചികിത്സ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പുതിയൊരു ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അതിനിപ്പോൾ വനം വകുപ്പ് നൽകിയാൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. എന്തായാലും അല്പസമയത്തിനകം റേഞ്ച് ഓഫീസർ ഇത് സംബന്ധിച്ചുള്ള വിശദീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ആനയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാരണമായി പറയുന്നത് കാലിന് മാത്രം പരിക്കേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല. അപ്പോൾ ഒരു പക്ഷേ ഇടിയിൽ എവിടെയെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും പരിക്ക്, കാര്യമായി തന്നെയുള്ള ഗുരുതരമായ പരിക്ക് ആനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ തലയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയവങ്ങൾക്കോ കാര്യമായ പരിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ആ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളായിരിക്കും അല്പസമയത്തിനകം വാളയാർ റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുക. ശരി, വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും വാളയാർ റേഞ്ച് ഓഫീസർ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളോട് വിശദീകരിക്കും ആനയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർത്താരംഭം ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. തിരികെ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന പ്രചാരണം വയനാട്ടിൽ സജീവമാക്കി നിർത്താൻ BJP. സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ബത്തേരിയെ ഗണപതി വട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വീണ്ടും വയനാട്ടിൽ എത്തിച്ചേരുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി യാനി രാജയുടെ 3ാം ഘട്ട പര്യടനം പുരോഗമിക്കുകയാണ്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഏറ്റവും ആദ്യം നമ്മൾ ഈ BJP ഇത്തരത്തിൽ ഗണപതി വട്ടം എന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്ന സാഹചര്യം അത് എത്രത്തോളം പ്രതിഫലിക്കും ആ മണ്ഡലത്തിൽ?
എൽദോ, നമുക്കറിയാം വയനാട് മണ്ഡലം BJPയെ സംബന്ധിച്ച് വലിയ വോട്ട് ബാങ്കുള്ള മണ്ഡലമല്ല. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ 80,000-ന് മുകളിൽ മാത്രമാണ് പരമാവധി അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണ 1,00,000-ന് മുകളിൽ വോട്ട് നേടുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്ക് ശക്തമാക്കുക എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് ഇത്തരത്തിലൊരു അജണ്ട ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നതിന് പിന്നിൽ BJPക്കുള്ളത്. നമുക്കറിയാം സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുന്നതിലൂടെ അത്തരത്തിലൊരു ചർച്ച കൊണ്ടുവരുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ടിപ്പു സുൽത്താന്റെ കാലത്തെ കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം ടിപ്പു സുൽത്താനെതിരെ BJP സർക്കാർ സ്വീകരിച്ച നിലപാട് കർണാടകയിലെ, അതുപോലെ തന്നെ BJPയുടെ നേതൃത്വം ടിപ്പു സുൽത്താന്റെ കാലത്തുണ്ടായ മതപരിവർത്തനങ്ങൾ, ക്ഷേത്രധ്വംസനങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പേരുമാറ്റം ചർച്ചയിലേക്ക് വരുമ്പോൾ ടിപ്പു സുൽത്താന്റെ കാലം അല്ലെങ്കിൽ ആ സംഭവങ്ങൾ വീണ്ടും അവർക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാനും അതുവഴി ഒരു വികാരം രൂപപ്പെടുത്താനും അത് ഗുണകരമാക്കി മാറ്റിയെടുക്കാനും കഴിയുമെന്നൊരു കണക്കൂട്ടലാണ് BJPയെ സംബന്ധിച്ചുള്ളത്. അതല്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഒരു മുഖ്യ ചർച്ചാ വിഷയമാക്കുന്നതിൽ മറ്റ് അജണ്ടകളൊന്നും തന്നെ ഇല്ല എന്നത് വ്യക്തമാണ്. ഗണപതി വട്ടം എന്ന പേര് സുൽത്താൻ ബത്തേരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചരിത്ര സത്യമാണ്. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അത് ചർച്ചയാക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം വോട്ട് തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പല മേഖലയിൽ നിന്നും പല തരത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേരുമാറ്റം BJP സർക്കാരുകൾ കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പലതവണ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കേരളത്തിൽ മെനക്കെടേണ്ട എന്നൊരു സന്ദേശമാണ് പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള UDFന്റെ ഭാഗത്തും അതുപോലെ തന്നെ LDFന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. പരിഹാസത്തോടെയാണ് ചില നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ വയനാട്ടിലെ LDF UDF നേതാക്കൾ ഇതിനോട് ഗൗരവത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നത് വർഗീയ അജണ്ട മുന്നിൽ വെച്ചാണ് എന്നൊരു സന്ദേശമാണ് അല്ലെങ്കിൽ മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ BJP അവർ നിശ്ചയിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള നയമാണ് സ്വീകരിക്കുന്നത്. ഇന്നത്തെ അവരുടെ വാർത്താ സമ്മേളനത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാർഡാവട്ടെ, അതിനുശേഷം വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള കാർഡാവട്ടെ, ഇതൊക്കെ തന്നെ ബത്തേരിയെ ഗണപതി വട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം BJP വരും ദിവസങ്ങളിലും ചർച്ചയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്നാണെങ്കിലും ഇനി ആനിരാജ കഴിഞ്ഞ ദിവസം ഇതിനോടൊരു വാർത്താ കുറിപ്പിൽ ഒരു പ്രസ്താവനയായിട്ടാണ് ഇറക്കിയത്. വർഗീയത ആളിക്കെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് BJPയുടെ അജണ്ടയായതെന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനിരാജയുടെ പ്രതികരണം ഇതിലുണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുന്നുണ്ട്. 15ഉം 16ഉം അദ്ദേഹം വയനാടാണ് ഉണ്ടായിരിക്കുക. വയനാട്ടിൽ അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട്, 1-2 സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ കേരള നേതാക്കൾക്ക് പുറമെ രാഹുൽ ഗാന്ധിയുടെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്തും എന്തെങ്കിലും പ്രതികരണം വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാണ് BJPയുടെ ഒരു അജണ്ട, തെരഞ്ഞെടുപ്പ് അജണ്ട രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പേരുമാറ്റ വിവാദം ഇപ്പോൾ അവർ കൂടുതൽ ആളിക്കത്തിക്കുന്നത്. ശരിയാണ്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം, സുരേന്ദ്രന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, സ്ഥലനാമങ്ങൾ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ടെന്നും BJP അധ്യക്ഷൻ ഇക്കാര്യം ചെയ്യേണ്ടെന്നും എളമരം കരീം പറഞ്ഞു. RSS അജണ്ട നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. BJP കേരളത്തിൽ മത്സരചിത്രത്തിൽ ഇല്ലാത്തതിലുള്ള നിരാശയിൽ നിന്നുള്ള പ്രകോപനമാണ് സുരേന്ദ്രനിൽ നിന്ന് പുറത്തു വരുന്നതെന്നും എളമരം കരീം വിമർശിച്ചു. ചെറിയ പെരുന്നാൾ, വിഷു അടക്കമുള്ള ആഘോഷ പരിപാടികൾ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ ഇടവേള പര്യടന പരിപാടികൾക്ക് നടക്കുകയാണ്. വിഷുവിന് ശേഷം വീണ്ടും വാഹനങ്ങളിലേറിയുള്ള പര്യടനം തുടരും. ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ. എന്തായാലും നമുക്കൊപ്പം കോഴിക്കോട് LDF സ്ഥാനാർത്ഥി ശ്രീ എളമരം കരീമുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ വിഷുവിന് ശേഷം പുനരാരംഭിക്കും അല്ലേ? അതെ, വിഷു, പെരുന്നാൾ രണ്ടും കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് പൊതുപര്യടന പരിപാടികൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പരസ്യ പ്രചരണ പരിപാടികൾ വിഷുവിന് ശേഷം ആക്കി മാറ്റിയത്. ഇപ്പോൾ വ്യക്തികളെ നേരിട്ട് കാണുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. ഈ ദേശീയ നേതാക്കളൊക്കെ വലിയ തോതിൽ എത്തിത്തുടങ്ങുകയാണ്. ഒപ്പം ഈ BJP പ്രചരണത്തിന്റെ വേറൊരു ഗിയറിലേക്ക് മാറ്റുന്നു. പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ട സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ പോവുകയാണ്. സാധാരണ വടക്കേന്ത്യയിലൊക്കെ കാണുന്നതാണ് ഈ നഗരങ്ങളുടെ പേരുമാറ്റൽ, പ്രധാന സ്ഥലങ്ങളുടെ പേരുമാറ്റലൊക്കെ. എന്താണ് അതിൽ തോന്നുന്നത് ഈ വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ? അത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും അവർക്ക് ഒന്നും പറയാനില്ല. അവർ പ്രതിക്കൂട്ടിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP ഗവൺമെന്റിന്റെ ഭരണ നടപടികൾ
ജനങ്ങൾ പൊതുവിൽ അസംതൃപ്തരാണ്. ഇപ്പം രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് ബി ജെ പിക്കുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രകോപനങ്ങൾ വയനാട്ടിനെ സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ച് ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ നടത്തിയത്. വളരെ ദൗർഭാഗ്യകരമാണ് ഇത്തരം പ്രസ്താവനകൾ. കേരളത്തിൽ ജനങ്ങൾ വളരെ ഐക്യത്തോടെ ജീവിക്കുകയാണ്. അതിന് ഭംഗം വരുത്തുന്ന ഒരു വാക്കോ നോക്കോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ലഭിച്ച പേരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ചരിത്രം ഈ ഇന്ത്യ രാജ്യത്ത് പല പേരുകൾ അവർ മാറ്റുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു, നഗരങ്ങളുടെ പേര് മാറ്റുന്നു. വടക്കേ ഇന്ത്യയിൽ അത് RSS അജണ്ടയാണ്. കേരളത്തിൽ അതൊന്നും നടക്കുന്നതല്ല. വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പ്രചരണം നടത്തുന്നതല്ലാതെ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അല്ല, അത്തരം പേരുമാറ്റങ്ങൾ നടക്കില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും അതൊന്നും BJP തീരുമാനിക്കേണ്ടതല്ല. കേരളത്തിൽ സ്ഥലനാമം വല്ലതും മാറ്റം വരുത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ഇതൊന്നും BJPയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പറയേണ്ടതല്ല. അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ഇത് BJP ഗവൺമെന്റ് അല്ലല്ലോ. അദ്ദേഹം MP ആയാലും അദ്ദേഹത്തിന് മാറ്റം വരുത്താനൊന്നും പറ്റില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. BJP തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അപ്രസക്തമാണ്. അവർ ഒരിടത്തുമില്ല. ഇവിടെ LDFും UDFും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് മത്സരം പ്രധാനമായി. അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അവർ പുറകോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിരാശയിൽ നിന്ന് ഉളവാകുന്ന പ്രകോപനമാണ് BJP നേതാവിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്താൻ ഒരുങ്ങിയത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ദൂരദർശൻ അത് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് അവർ ഓരോ ആഴ്ചയിലും കൃത്യമായി ഇടുന്നുവെന്ന് കരുതുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദൂരദർശൻ നമ്മുടെ സർക്കാരിൻ്റെ ഒരു വാർത്താ ഏജൻസിയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ ചെയ്തത്. CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അതിൽ കടുത്ത അമർഷവും പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവർ അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോയി. പക്ഷെ കേരളത്തിൽ അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു തരത്തിലും അത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നതുമല്ല. ഈ പാനൂർ പോലുള്ള വിഷയങ്ങളും വരുന്നുണ്ട്. അത് എന്തെങ്കിലും കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ടോ? അതിലെന്തെങ്കിലും പാർട്ടി പ്രതിരോധത്തിലായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതെല്ലാം ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന നിലയിൽ അതിനെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് പോലീസ് അതിൻ്റെ നടപടികൾ നീക്കുന്നുണ്ട്. അതിലപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ മാനം അതിന് ഒരിക്കലും നൽകേണ്ടതില്ല. എന്തായാലും തിരക്ക് പിടിച്ച ദിവസത്തിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ഒരു തരത്തിലും BJPക്ക് കഴിയില്ല. അദ്ദേഹം MP ആയാൽ പോലും ഒരു ചുക്കും കേരളത്തിൽ നടക്കില്ല എന്നും എളമരം കരീം വ്യക്തമാക്കുന്നു. ടിപ്പു സുൽത്താനെ പുകഴ്ത്തുന്നത് ഇന്ത്യ മുന്നണിയുടെ നിലപാടാണെന്ന് K. സുരേന്ദ്രൻ. പഴശ്ശിരാജയെ അപമാനിക്കുകയും ടിപ്പു സുൽത്താനെ പുകഴ്ത്തുകയും ചെയ്യുന്ന നിലപാട് BJPക്ക് സ്വീകരിക്കാനാകില്ല എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കൂർഗിലും മംഗലാപുരത്തും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ടിപ്പു സുൽത്താൻ കൊന്നൊടുക്കി. മലബാറിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുകയും ചെയ്തു. ടിപ്പുവിനെ പുകഴ്ത്തുന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. We will not accept the IND alliance stand disrespecting Pazhashiraja and glorifying Tipu Sultan. We will not accept this because who is Tipu Sultan? How many temples were demolished and destructed by Tipu Sultan? Gold treasures were looted by Tipu Sultan. In Coorg and Mangalore, Christian genocide by Tipu Sultan. In Malabar area, Hindu genocide by Tipu Sultan. Hundreds of temples attacked, demolished, destructed. Lakhs of people converted to Islam, Hindus and Christians. Glorifying Tipu Sultan is IND alliance stand. We will not accept this stand. തിരുവനന്തപുരത്ത് വോട്ടിന് പണം ആരോപണത്തിൽ കൊമ്പുകോർത്ത് UDFും NDAയും. രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിന് ശശി തരൂർ മറുപടി നോട്ടീസ് നൽകി. വോട്ടിന് പണമെന്ന ആരോപണം എവിടെയും ഉന്നയിച്ചിട്ടില്ല എന്നും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ പിൻവലിക്കാൻ കഴിയാത്തതിനാൽ മാപ്പ് പറയില്ല എന്നും ശശി തരൂർ പ്രതികരിച്ചു. ഡാൻ കുര്യനുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ശശി തരൂർ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അത്തരത്തിൽ ആരോപണങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ എന്നും പറയുന്നു. അപ്പോൾ ഈ
BJP ക്യാമ്പിന്റെ NDA ക്യാമ്പിന്റെ പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ? പ്രത്യേകിച്ചും ഒരു യൂട്യൂബ് ലിങ്ക് ഉൾപ്പെടെ വക്കീൽ നോട്ടീസിൽ നൽകി എന്നുള്ളതാണല്ലോ പറയപ്പെടുന്നത്. പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ അടി തുടരുകയാണോ? എൽദോ, കഴിഞ്ഞ ദിവസമാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സാഹചര്യം ഉണ്ടാകുന്നത്. BJP സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ NDA മുന്നണിയും തീരദേശ മേഖലകളിൽ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ആരോപണം. അവിടെ ശശി തരൂർ പക്ഷേ പേരെടുത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പേരെടുത്ത് ഒരു സ്ഥാനാർത്ഥിയുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള നിയമോപദേശകർ നൽകുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വക്കീൽ നോട്ടീസിന് മറുപടിയിലടക്കം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഒരു സ്ഥലത്തും ശശി തരൂർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ശശി തരൂരിനെതിരെ വ്യക്തമായ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കീൽ നോട്ടീസ് തരൂരിന് ലഭിച്ചത്. അതിനു പിന്നാലെയാണ് തിരിച്ച് രാജീവ് ചന്ദ്രശേഖരന് സമാനമായ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ശശി തരൂരും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നത് ഒരു പേരും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി തരൂരിനെ അധിക്ഷേപിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത്. തീരമേഖലയിൽ എങ്ങനെ വോട്ടിന് പണം വാങ്ങിക്കുന്നു എന്ന ആരോപണം വോട്ടർമാർക്കിടയിൽ ഉണ്ടായതാണ്, അല്ലെങ്കിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായതാണ്. സ്ഥാനാർത്ഥിയായ തരൂർ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പ്രസ്താവിച്ചിട്ടില്ല. അദ്ദേഹം ഒരു സ്ഥലങ്ങളിൽ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് അങ്ങനെ പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ബോധപൂർവമായി തരൂരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഉണ്ടായത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് എന്നും അതിൽ രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണമെന്നുമാണ് ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാപ്പ് പറയാത്ത പക്ഷം ക്രിമിനൽ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും ഈ വക്കീൽ നോട്ടീസിൽ പരാമർശമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തീരമേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, തീരദേശ ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയും UDFും നടത്തുന്ന പ്രചാരണ പരിപാടികൾക്കിടയിൽ ഏറ്റവും ഒടുവിലത്തേതായി മാറുകയാണ് ഈ വോട്ടിന് പണം വേണം അല്ലെങ്കിൽ പണം നൽകാമെന്ന ആരോപണത്തിൽ പിടിച്ചുകൊണ്ടുള്ള ചർച്ചകൾ. അത് നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ഇരു മുന്നണികളുടെയും നേതാക്കന്മാർ പരസ്പരം വാക്പോരിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇന്ന് ഏത് തരത്തിലായിരിക്കാം രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നതാണ് ഇനി ഏവരും കാത്തിരിക്കുന്നത്. ശരി, ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. 4.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള കോൺഗ്രസുകാർ പരസ്പരം ഏറ്റുമുട്ടുന്ന കോട്ടയത്തിന്റെ മണ്ണിലാണ് ന്യൂസ് 18 തെരഞ്ഞെടുപ്പ് സംഘമുള്ളത്. രഞ്ജിത്ത് രാമചന്ദ്രനും കിരൺ ബാബുവും ചേരുന്നു. വിവരങ്ങളുമായി രഞ്ജിത്ത് ആൻഡ് കിരൺ, ഗുഡ് മോർണിംഗ്. കോട്ടയം അത് എല്ലാ കാലവും അമ്പരപ്പിക്കുന്നതാണ്. എങ്ങനെയുണ്ട് കോട്ടയത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചൂട്? എൽദോ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന രണ്ട് കേരള കോൺഗ്രസുകൾക്കും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലം. ഇവിടെ പ്രവചനങ്ങൾ അസാധ്യമാണ്. കാരണം അത്രത്തോളം വാശിയേറിയ പോരാട്ടം നടക്കുന്നുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിയായി BDJSന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കൂടി കളത്തിലിറങ്ങുന്നത് കൂടി ഒരു ശക്തമായ പോരാട്ടം ഈ മണ്ണിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ KM മാണി സാർ, അന്തരിച്ച KM മാണി സാറിന്റെ വസതിയിലാണ്. നമ്മളിവിടെ ജോസ് കെ മാണിയെ കാണാനായി എത്തിയതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പിറവത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം അദ്ദേഹം തിരികെ എത്തുമെന്നും നമ്മളോട് സംസാരിക്കാമെന്നും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെയൊക്കെ കാണാനും അവരുമായി സംവദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ തേടാനും ഒക്കെയാണ് നമ്മളിവിടെ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഗോധ എന്ന ഇലക്ഷൻ പരിപാടി ഇന്ന് വൈകുന്നേരം ഈ പാലാ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വളരെ സജീവമായ ഒരു ദിവസമാണ് പാലയ്ക്ക് ഇന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ. കാരണം ഈ പെരുന്നാളിന്റെ തിരക്കുകൾ കഴിഞ്ഞു, അവധി ദിവസങ്ങൾ അവസാനിച്ചു. അപ്പോൾ സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തേക്ക്. ഒപ്പം ഇവിടെ നടക്കുന്ന ഈ മാറ്റങ്ങൾ, രാഷ്ട്രീയ പാർട്ടി മാറ്റങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജി മഞ്ഞക്കടമ്പിന്റെ പിണക്കമുണ്ട്. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. പാലാ രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വളരുംതോറും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പലതവണ തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ അവരുടെ വളക്കൂറുള്ള മണ്ണിലാണ് ഞാനുള്ളത്. അതിനോടൊപ്പം കിരൺ ബാബു കൂടിയുണ്ട്. കിരൺ, നമുക്ക് കൗതുകമാണ് പലപ്പോഴും പാലയുടെ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ. ഇത്തവണയും ഒരുപാട് കൗതുകങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും LDF UDF പോരാട്ടമാണ് പ്രധാനമെങ്കിൽ പാലയിലെ പോരാട്ടത്തിൽ നമുക്ക് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമെന്ന്, കേരള കോൺഗ്രസ് മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയേണ്ടി വരും. മുന്നണികൾ തമ്മിലുള്ള മത്സരത്തെക്കാൾ ഏറ്റവും വീറും വാശിയും ഒക്കെ ഉള്ളത് ഈ രണ്ട് കേരള കോൺഗ്രസുകളാണ്. രണ്ടുപേരുടെയും ആരാണ് ശക്തർ, ആരാണ് ഈ കോട്ടയത്ത് ആരാണ് ഏറ്റവും ശക്തമായ പാർട്ടി, ഏത് കേരള കോൺഗ്രസ് ആണെന്ന് തെളിയിക്കേണ്ട വലിയ ബാധ്യതയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി നിന്നാണ് വിജയിച്ചത്. അതിനുശേഷം പക്ഷേ
കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് വന്നു. ഇടതുമുന്നണിയിലേക്ക് വന്നതോടുകൂടി ആ മുന്നണി മാറി വീണ്ടും അത് 2 എന്നല്ല 19-1 എന്നുള്ളത് 18-2 എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി ജയിച്ചയാൾ തന്നെയാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ മറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജ് ആണ്. ഫ്രാൻസിസ് ജോർജ് ഇവിടെ പരിചയപ്പെടുത്തലുള്ള ആവശ്യമില്ലാത്ത ദീർഘകാലം പലതവണ MP ആയിട്ടൊക്കെ ഇടുക്കി MP ആയിട്ടൊക്കെ ഇരുന്ന ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു. സ്വാഭാവികമായും കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് 2 കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും ഇത് അഭിമാന പോരാട്ടമാണ്. പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന് മേൽ പല നേതാക്കളെയും ഒക്കെ അവിടെ നിന്ന് ചാടിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു. അത്തരം വെല്ലുവിളികൾ ഉയർത്തുന്നു. മറുഭാഗത്ത് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. അപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് ഇവിടെ ശക്തി. ജോസഫ് ഗ്രൂപ്പിന് ശക്തിയില്ല എന്നത് തെളിയിക്കേണ്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെയും അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തെ നമുക്ക് പ്രധാനമായും 2 കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അഭിമാന പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. സമീപ ദിവസങ്ങളിലുണ്ടായ നിരവധി സംഭവവികാസങ്ങളാണ് ഇപ്പോൾ പാലാ രാഷ്ട്രീയം സജീവമാക്കുന്നത്, അല്ലേ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാർട്ടി ചാട്ടങ്ങളുണ്ട്. പല നേതാക്കളും 2 മനസ്സോടെ നിൽക്കുന്ന പശ്ചാത്തലം അതൊക്കെ ഈ രാഷ്ട്രീയത്തിന് മറ്റു കൗതുകമായി മാറുന്നുണ്ട്, അല്ലേ? രഞ്ജിത്ത്, ഒരു പരിധിവരെ തണുത്ത് നിൽക്കുന്നൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിരുന്നു കോട്ടയത്ത് ഉണ്ടായിരുന്നത്. കേരള കോൺഗ്രസ് എല്ലാം തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയെല്ലാം ചെയ്തു. പക്ഷേ പിന്നീട് ഉണ്ടായത് ഒന്ന് സൈലന്റ് ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ സജി ചാടിയതോടുകൂടി കേരള കോൺഗ്രസിൽ ഒരു വാശി കൂടി. സജി ചാടി, രാവിലെ കണ്ടു. സജി ചാടുക തന്നെ ചെയ്തിട്ടുണ്ട്. 16-നോ 17-നോ പ്രഖ്യാപിക്കും. അതായത് പാർട്ടി പ്രവേശനമല്ല, അതിന് ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് സജി പ്രഖ്യാപിക്കും. അതൊരു വീറും വാശിയും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കോട്ടയത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഈ സജിയുടെ ഒരു സ്വാധീനം ശക്തിയൊക്കെ എത്രത്തോളം ഉണ്ട്? ഒരു ജില്ലാ പ്രസിഡന്റ് എന്നതിനപ്പുറം ഈ ഇവിടെ വലിയ സ്വാധീനമുള്ള ആളാണോ? സജിക്കൊപ്പം പോകാൻ ആളുകൾ ഉണ്ടാകുമോ? ഒരു പിളർപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുമോ ഈ മാറ്റത്തെ? പിളർപ്പ് എന്ന് പറയാൻ കഴിയില്ല രഞ്ജിത്ത്. ഒരു പരിധിവരെ സജിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ചെറിയ യൂത്ത് ഫ്രണ്ട് ടീമെങ്കിലും ഉണ്ട്. ഇപ്പോൾ അജിത്ത് മുദ്രമല, പ്രസാദ് ഉരുളുന്ന, അങ്ങനെ കുറച്ച് പേരുണ്ട്. സജി വിളിച്ചാൽ ഒരു 10-100 പേര് കൂട്ടാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ്. സജി ഒരു സംഘാടകൻ കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ പരിപാടികളൊക്കെ പ്രാദേശികമായിട്ട് ഇഷ്ടംപോലെ പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആകെ മൊത്തം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് അങ്ങനെ അതങ്ങ് ബാധിക്കും എന്ന് കരുതാൻ പാടില്ല. ജനങ്ങളുടെ വിഷയങ്ങൾ മറ്റു പലതും ഉണ്ടല്ലോ. ഇത്തരം വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന വിവാദങ്ങളായിരിക്കില്ല പലപ്പോഴും രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ ബാധിക്കുക. ശ്രീത്തെ പ്രധാനമായിട്ടും ഈ പ്രാവശ്യം BDJസിന്റെ NDA സ്ഥാനാർത്ഥിയായി വരുന്നത് BDJസിന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ ഈ ഇവിടുത്തെ ഒരു ജാതി സമവാക്യത്തിൽ കൂടിയുള്ള വോട്ടുകളിലൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏതൊക്കെ തരത്തിലാകും, ആരെയാവും കൂടുതൽ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളത്? അത് സ്വാഭാവികമായി LDFനെ എന്ന് പറയേണ്ടി വരും. ഒറ്റ നോട്ടത്തിൽ LDFനെ എന്ന് പറയേണ്ടി വരും. UDFന്റെയും കുറച്ച് വോട്ടുകൾ പോയേക്കാം. പക്ഷെ കാരണം SNDPക്ക് അത്രയധികം ശക്തിയുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ കുമരകം, വൈക്കത്തിന്റെ പല മേഖലകളിൽ PC ജോർജ് പറയുന്ന കണക്കനുസരിച്ച് 5 ലക്ഷം വോട്ടും അല്ലെങ്കിൽ അതൊരു 3 ലക്ഷം വോട്ട് വരെ ഉണ്ടാവും. PC ജോർജ് വേറൊരു കൊട്ടുകൂടി കൊടുക്കുന്നുണ്ട് SNDP വോട്ടുകൾ. കാരണം അത്രത്തോളം ഉണ്ട്, ശക്തി കേന്ദ്രമുണ്ട്. PC ജോർജ് വോട്ടായി കേരളത്തിൽ അങ്ങനെ കണക്ക് നോക്കിയാൽ കേരളത്തിൽ അത് വോട്ടായി ഒന്നും മാറില്ല. വോട്ടായി മാറില്ല. PC ജോർജ് ആ പറയുന്ന കണക്കിന്റെ രാഷ്ട്രീയം അറിയാലോ. എന്താണ് PC ജോർജ് ഇന്നലെ നമ്മൾ കണ്ടിരുന്നത്, എന്താണ് ആ ശക്തി എന്നുള്ളത് SNDP കാണിക്കുക. കാരണം SNDPയുടെ ഒരു പോപ്പാണ് മത്സരിക്കുന്നത്. എന്നിട്ട് ആ വോട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം PC ജോർജിന്റെ ഈ തുഷാറോട്ടിലെ പിണക്കമൊക്കെ മാറിയിട്ട് ഇന്നലെ പറഞ്ഞത് കോട്ടയത്തും NDA സ്ഥാനത്ത് ജയിക്കുന്നതാണല്ലേ? ഇറങ്ങിയിട്ടുണ്ടോ പുള്ളി സജീവമായിട്ട് കോട്ടയത്ത്? കോട്ടയത്ത് ഇറങ്ങിയിട്ടില്ല രഞ്ജിത്ത്. നമുക്കറിയാലോ PC ജോർജ് ഉൾപ്പെടെ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും വാക്കുകളും വാചകങ്ങളും ജയിക്കുമെന്ന് പറയുന്നതിലും എല്ലാം കൃത്യമായ രാഷ്ട്രീയമുണ്ട്. രഞ്ജിത്ത് ഇത് പറഞ്ഞതുപോലെ PC ജോർജ് ഇന്നലെ പറഞ്ഞത് വളരെ കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം. ഇത് കൃത്യമായി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പൊട്ടാണ്. ഇത് എവിടെ നിന്ന് ഇത്രയും ആളുകളുണ്ട് SNDPക്ക്, പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി, ഈ ഒരു ചോദ്യം പിന്നീട് ഉയർത്താൻ കഴിയുമെന്നുള്ളത്. PC ജോർജ് എപ്പോഴും PC ജോർജിന്റെ അതേ ശൈലിയിൽ തന്നെയാണ്, ഒരു മുനവെച്ച് തന്നെയാണ് ഇത് ചെയ്തതെന്ന് കണക്കാക്കണം. അതായത് നമ്മളോട് പറയും തന്നെ BDJസിന്റെ ശക്തി എന്താണെന്ന് കാണട്ടെ. ശരി, ശ്രീജിത്തുമാണ് കോട്ടയത്തെ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നവർ. പാലയിലാണുള്ളത്. പാലയിൽ ഇന്ന് ഗോതയുണ്ട്. പാലയിലുള്ള ആളുകൾക്ക് വൈകിട്ട് ഗോതയിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഇനി മറ്റ് വാർത്തകളിലേക്ക് പോയാൽ ജനമനസ്സറിയാനായി ന്യൂസ് 18ന്റെ വോട്ടോട്ടം അത് ഇന്ന് ആരംഭിച്ചു. കനത്ത പോരാട്ട ചൂടിലാണ് കൊല്ലം. ഇതിനകം പുറത്തു വന്ന അഭിപ്രായ സർവേകളിലെല്ലാം കൊല്ലത്തെ രാഷ്ട്രീയ പോര് അത് വ്യക്തവുമാണ്. വോട്ടോട്ടം കൊല്ലം ജില്ലയിലാണുള്ളത്. MG മിഥുനാണ് ഈ വോട്ടോട്ടത്തെ നയിക്കുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. രാവിലെ നീണ്ടകരയിൽ മിഥുൻ എത്തിയിരുന്നു. ഇപ്പോഴെവിടെയാണുള്ളത്? എങ്ങനെയാണ് കൊല്ലത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം തെരഞ്ഞെടുപ്പ് കാലത്ത്?
ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ടൗൺ ഭാഗത്താണുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പര്യടനം തുടരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ഒപ്പം തന്നെ നമുക്കറിയാം തുടക്കത്തിലെ ഒരു ഈസി വാക്ക് ഓവർ NK പ്രേമചന്ദ്രൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു ചിത്രം തന്നെയായിരുന്നു നമുക്ക് കൊല്ലത്തെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുതൽ അടുക്കുകയും ഒപ്പം തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ശക്തമായ പോരാട്ടം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് ഇവിടെ വ്യക്തമാകുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ചിത്രം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളും അത് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ഈസി വാക്ക് ഓവർ കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള 1,48,960 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകില്ല, അത് മറികടക്കുമെന്നുള്ള ഒരു അവകാശവാദം RSP നേതാക്കളും ഒപ്പം തന്നെ UDF പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ മത്സരം മുകേഷ് കാഴ്ചവെക്കുമെന്നുള്ള ഒരു കാര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്കറിയാം നേരത്തെ തന്നെ ഈ ഒരു NK പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യം തന്നെയാണ്. ഒരു അപ്രതീക്ഷിതമായി തന്നെയായിരുന്നു മുകേഷിനെ, അതായത് കൊല്ലം നിയമസഭാ സാമാജികൻ കൂടിയായിട്ടുള്ള മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവരാൻ നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രചരണം തുടക്കമിടാൻ ആദ്യം സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ LDF സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്കറിയാം കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശക്തമായ LDF അതായത് ഇടതു പാർട്ടികൾക്ക് കൂടുതൽ അടിത്തറയുള്ള ഒരു പ്രദേശം കൂടിയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അതിൽ 13 മണ്ഡലങ്ങളുണ്ട്. 7 മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത്. 7 മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ചിട്ടുള്ളത്. ഒരിടത്ത് മാത്രം കുണ്ടറ ഒഴികെ മറ്റെല്ലായിടത്തും തന്നെ പുല്ലൂർ മുതൽ ചവറ വരെ ശക്തമായ അടിത്തറയുണ്ടാക്കാൻ LDF സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചവറയിൽ നമുക്കറിയാം RSPയുടെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. അവിടെ കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ RSPക്ക് വിജയിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ 2019 വലിയ ഒരു തരംഗമുണ്ടായിരുന്നു, UDFന്റെ ഒരു തരംഗമുണ്ടായിരുന്നു. അതിലാണ് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ UDFന് സാധിച്ചെന്നുള്ളൊരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പ്രധാനമായും LDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തവണ ആ രീതിയിലായിരിക്കില്ല. ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കും. ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള വിജയം നേടാൻ തന്നെ LDFന് സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നേതൃത്വത്തിനുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണത്തെ അത്രയും ഭൂരിപക്ഷം പിടിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അഭിപ്രായ സർവേകൾ പറയുന്നതനുസരിച്ച് UDFന് അനുകൂലമായിട്ടുള്ളൊരു വോട്ടിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകും. അത്തരത്തിലൊരു നില ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണ് എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത്. മറ്റൊന്ന് കൃഷ്ണകുമാർജി ഈ NDA സ്ഥാനാർത്ഥിയായി വളരെ വൈകിയാണ് പ്രഖ്യാപനങ്ങൾ വരികയും ചെയ്യുന്നത്. അവസാന ഘട്ടത്തിലായിരുന്നു കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. ഒടുവിൽ സിനിമാ താരം കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർജി അദ്ദേഹത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കൊല്ലത്തേക്ക് അയക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം പറയുന്നത് മോദി ഗ്യാരണ്ടി അത് ഉയർത്തിക്കൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും. അക്കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അതിനുശേഷം പിന്നീടുള്ള ചില കാര്യങ്ങളിൽ, അതായത് അവിടുത്തെ മേൽപ്പാലത്തിലൊക്കെ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെയും ഉണ്ടാകും. ആ മോദി ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ വോട്ട് വിഹിതം നേടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും BJP നേതൃത്വത്തിനുണ്ട്, NDA നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കൃഷ്ണകുമാറിന് സാധിക്കുമെന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണയെ അപേക്ഷിച്ച് ഇത്തവണ വോട്ട് ശതമാനത്തിൽ കൂടുതൽ ഹൈക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെ ഒരു പ്രതീക്ഷയാണ് അവിടെ വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അത് UDFന്റെ വോട്ടിൽ അല്ലെങ്കിൽ വോട്ട് ശതമാനത്തെ കൂടുതൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും LDFന് പരമ്പരാഗതമായി കിട്ടാറുള്ള ആ വോട്ടുകൾ ഇത്തവണയും ലഭ്യമാകും. അത് കഴിഞ്ഞ തവണ പോയതിനേക്കാൾ കൂടുതൽ അധികമായി ഇത്തവണ തിരികെ LDF ക്യാമ്പിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും നിലവിലെ ചിത്രം അനുസരിച്ച് നമുക്കൊരു ഈ വോട്ടോട്ടം പോകുന്ന മേഖലയിലും അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ എഴുതോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നീണ്ടകര ഹാർബറിൽ പോവുകയും ചെയ്യുന്നു. അവിടെ ജനപ്രതിനിധികൾക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു, ഉയരുകയും ചെയ്യുന്നു. പക്ഷേ NK പ്രേമചന്ദ്രന്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ലൊരു നേതാവാണ്, അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നുള്ള കാര്യവും അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വിമർശിക്കുമ്പോൾ കൂടെയും NK പ്രേമചന്ദ്രനൊപ്പം നിൽക്കാനും അവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. മുകേഷിനെയും ഒപ്പം തന്നെ കൃഷ്ണകുമാർജിയുടെ സ്ഥാനാർത്ഥിത്വം പോലും അവർ അറിഞ്ഞിട്ടില്ല
അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. അത്തരത്തിൽ അവർക്ക് അറിയാനുള്ള ഒരു സാഹചര്യമില്ല. അതായത് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ നെട്ടോട്ടം ഓടുകയാണ്. ചില അന്നുള്ള അന്നം കഴിക്കുന്നതിന് വേണ്ടി ആ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു. എന്തായാലും കനത്തൊരു പോരാട്ടം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മിഥുൻ കൊല്ലം ജില്ലയിലാണുള്ളത്. വോട്ടോട്ടം കൊല്ലം ജില്ലയിലുണ്ട്. അവിടെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു വേദി ഒരുക്കുകയാണ് വോട്ടോട്ടം. കർണാടകയിൽ വിമതനായി മത്സരിക്കുന്ന മുതിർന്ന BJP നേതാവ് KS ഈശ്വരപ്പ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. ശിവമൊഗ്ഗ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ മകനും സിറ്റിംഗ് MPയുമായ BY രാഘവേന്ദ്രയ്ക്കെതിരെയാണ് ഈശ്വരപ്പയുടെ പോരാട്ടം. മകൻ KE കാന്തേഷിന് സീറ്റ് നിഷേധിച്ചതോടെയാണ് വിമതനായി ഈശ്വരപ്പ മത്സരരംഗത്തിറങ്ങിയത്. രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, എത്രത്തോളം ഒരു ചലഞ്ച് മുന്നോട്ട് വയ്ക്കാൻ കഴിയും ഈശ്വരപ്പയ്ക്ക്? എൽദോ, KS ഈശ്വരപ്പ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ അതൃപ്തനാണ്. കാരണം KS ഈശ്വരപ്പയുടെ മകൻ KE കാന്തേഷിന് ഹാവേരി സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. ഈശ്വരപ്പ തന്നെ പറഞ്ഞിരുന്നത് യെദ്യൂരപ്പ അത്തരമൊരു വാഗ്ദാനം തനിക്ക് നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഹാവേരിയിൽ മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഇതോടുകൂടിയാണ് KS ഈശ്വരപ്പ ഇപ്പോൾ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത്. അതായത് ശിവമൊഗ്ഗ മണ്ഡലത്തിലാണ് അദ്ദേഹം വിമതനായി മത്സരിക്കുന്നത്. അത് BY രാഘവേന്ദ്രയുടെ സിറ്റിംഗ് സീറ്റാണ്. BY രാഘവേന്ദ്ര BS യെദ്യൂരപ്പയുടെ മൂത്ത മകനാണ്. അപ്പോൾ യെദ്യൂരപ്പയും മക്കളുമാണ് തൻ്റെ മകന് സീറ്റ് നിഷേധിച്ചെന്ന ആരോപണമാണ് ഈശ്വരപ്പ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നിലവിൽ സംസ്ഥാന അധ്യക്ഷനാണ് യെദ്യൂരപ്പയുടെ രണ്ടാമത്തെ മകൻ വിജയേന്ദ്ര. അപ്പോൾ വിജയേന്ദ്രയും ഒപ്പം തന്നെ യെദ്യൂരപ്പയും കൂടിയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. കർണാടക BJP ഇപ്പോഴും നിയന്ത്രിക്കുന്നെന്ന ആരോപണം ഈശ്വരപ്പ മുന്നോട്ട് വയ്ക്കുന്നു. പലതരത്തിലുള്ള അന്വേഷണ ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും ഈശ്വരപ്പ അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സംഭവം ഉണ്ടായി. അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടതാണ് ഈശ്വരപ്പയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരസ്യ പ്രതിഷേധത്തിന് രംഗത്തെത്തിയത്. കാരണം ശിവമോഗയിലെ MLA ആയിരുന്നു ഈശ്വരപ്പ. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തൊട്ടു പിന്നാലെ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് ഈശ്വരപ്പ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും മകന് ആ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷ ഈശ്വരപ്പയ്ക്കുണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപനം വന്നപ്പോൾ അവിടെ ഒരു ലിംഗായത്ത് നേതാവിനെയാണ് കഴിഞ്ഞവണ മത്സരിപ്പിച്ചത്. പിന്നീട് പ്രതിഷേധത്തിലായെങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് അന്വയം നടത്തുകയായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കപ്പെട്ടതോടുകൂടിയാണ് ഈശ്വരപ്പ ഏതായാലും വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. രാഘവേന്ദ്രയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഈശ്വരപ്പ. പ്രത്യേകിച്ച് മോദിയുടെ ഫോട്ടോ ഉപയോഗിച്ചായിരുന്നു ഈശ്വരപ്പയുടെ ക്യാമ്പയിൻ പോലും. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം BJP പരാതി നൽകുകയും ഈശ്വരപ്പ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ പത്രികാ സമർപ്പണത്തിന് ഇനിയും പത്രിക പിൻവലിക്കാനുള്ള സമയം ഇനിയും ബാക്കിയുണ്ട്. കാരണം പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വരപ്പയെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അന്വയിപ്പിക്കാനുള്ള നീക്കം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എൽദോ, ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് അപ്ഡേഷൻസ് അതിൻ്റെ വിവരങ്ങളാണ് രാകേഷ് നൽകിയത്. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു വേളയ്ക്ക് ശേഷം. എറണാകുളം വാർത്തകളിലേക്ക്. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ കൺസ്യൂമർ ഫെഡ് വിഷുചന്തകൾ ഇന്നു മുതൽ 13 ഇന അവശ്യ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുക. സംസ്ഥാനത്താകെ 250-ലധികം റംസാൻ വിഷുചന്തകൾ തുടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഞാൻ ഈ വാർത്തയിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ബൈക്ക് മോഷണ സംഘങ്ങൾ കൊച്ചിയിൽ വ്യാപകമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ATMിൽ നിന്ന് പണമെടുക്കാൻ പോയ യുവാവിൻ്റെ ബൈക്ക് മോഷ്ടിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ക്യാമറാമാൻ ശ്യാംലാൽ
ശ്യാംലാലിന്റെ ബൈക്കാണ് ഇപ്പോൾ മോഷണം പോയത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ATM കൗണ്ടറിലേക്ക് കയറിയപ്പോൾ ശ്യാം അങ്ങനെ ബൈക്ക് പുറത്തു വയ്ക്കുന്നത് കണ്ട് തന്നെ വന്നതാണോ? ഇത് ഇത്തരത്തിൽ മോഷണം വ്യാപകമായി നടക്കുന്നുണ്ടോ കൊച്ചിയിൽ? എൽദോ, അങ്ങനെ തന്നെ പറയണം. കാരണം ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിക്കുന്ന സംഘങ്ങൾ നഗരത്തിൽ വ്യാപകമാണ്. പലരും ഈ രീതിയിൽ തന്നെ പലയിടങ്ങളിലേക്കും കടകളിലേക്കോ ATM-ലേക്കോ എല്ലാം തന്നെ പെട്ടെന്ന് കയറുമ്പോൾ അത് നിരീക്ഷിച്ച് അതിൽ ചിലപ്പോൾ അറിയാതെ പലപ്പോഴും സംഭവിക്കുന്നതാണ്, നമുക്കെല്ലാം അറിയാതെ അതിൽ താക്കോൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഇറങ്ങി വരാം. മാത്രമല്ല ATM-നകത്തേക്കെല്ലാം കയറുമ്പോൾ അതൊരു ചില്ലുവാതിലാണ്, നമുക്ക് പുറത്ത് കാണുകയും ചെയ്യാം. വളരെ തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് കയറി വരാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യാറുണ്ട്, പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതും ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നമുക്കറിയാം, നമ്മുടെ കല്ലൂർ കടവന്തറ റോഡിൽ നമ്മുടെ ഓഫീസിന് തൊട്ട് താഴെയുള്ള SBIയുടെ ATM-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ചുവന്ന ഷർട്ടിട്ട ഒരു യുവാവ് അത് റോഡിന് അപ്പുറത്ത് നിൽക്കുകയായിരുന്നു. അത് അവിടെ നിന്ന് നിരീക്ഷിച്ചിരുന്നു. ശ്യാം അകത്തേക്ക് കയറുന്ന സമയത്ത് 2 വീലർ അതിൽ വളരെ പെട്ടെന്ന് ഇറങ്ങി വരാമെന്ന ധാരണയിലായിരുന്നു ശ്യാം അതിൽ സ്കൂട്ടറിൽ താക്കോൽ വെക്കുന്നത്. പക്ഷേ അത് വളരെ സൂക്ഷിച്ച് നിന്ന ആൾ സൂക്ഷിച്ച് കണ്ടുകൊണ്ട് നിന്നിരുന്ന ആൾ ഇപ്പുറത്തേക്ക് വരികയും അതിനുശേഷം താക്കോൽ അതിലുണ്ടെന്ന് മനസ്സിലാക്കി സ്കൂട്ടറിലേക്ക് കയറിയിരുന്നതിന് ശേഷം പതുക്കെ ശ്യാമിന് അകത്തേക്ക് ആള് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയായിരുന്നു. അത് ഇങ്ങോട്ട് ശ്രദ്ധയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്യാമിന്റെ ഹെൽമെറ്റ് തലയിലേക്ക് ഇടുകയും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അത് ഓടിച്ചു പോവുകയും തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുക്കുകയും വേണ്ടി സ്ഥലത്ത് പരിശോധിക്കുകയും ഈ CCTV ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ CCTV ദൃശ്യങ്ങൾ എല്ലാം തന്നെ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാൾ കടന്നുപോയ വഴിയല്ല. അപ്പോൾ പോലീസിന്റെ ഒരു അനുമാനം ഇത്തരം മോഷണ സംഘങ്ങളിൽ പെട്ട ഒരാൾ തന്നെയാണ്. നഗരത്തിൽ പലയിടങ്ങളിലായി ഇവർ തമ്പടിക്കുകയും ഇതേപോലെ തന്നെ പ്രധാനമായും പോലീസ് സൂചിപ്പിക്കുന്നത് ATM-കൾക്ക് മുന്നിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം വളരെ പെട്ടെന്ന് കയറി ഇറങ്ങാമെന്നതും അതോടൊപ്പം ATM-ന്റെ വാതിലുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില്ല് വാതിലുകൾ തന്നെയായിരിക്കും നമുക്ക് കാണുകയും ചെയ്യാൻ പെട്ടെന്ന്. ഒട്ടും തിരക്കില്ലാത്ത സമയം അത് മാത്രവുമല്ല, നമുക്ക് ഈ ചിരപരിചിതമായൊരിടമാണ് നമുക്ക് ഓഫീസിന് തൊട്ട് താഴെയുള്ള സ്ഥലം. ഇവിടേക്ക് ഈ രീതിയിൽ ഇങ്ങനെ ഒരു കവർച്ച നടക്കുമെന്ന് അത് പ്രതീക്ഷിക്കാനും വയ്യ. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. കാരണം ഇത്തരം സംഘങ്ങൾ നഗരത്തിൽ സജീവമാണ് എന്ന് നേരത്തെ തന്നെ വാർത്തകളും അതോടൊപ്പം തന്നെ ചിലരെല്ലാം തന്നെ പിടികൂടുകയുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നതാണ്. പല ഭാഗങ്ങളിലായി ഇവർ നിലയുറപ്പിക്കുന്നു. രാവിലെ ഇതേപോലെ ഈ സാധാരണ ഒരു തിരക്കൊഴിഞ്ഞ സമയം, റോഡിലെ ഒരു വലിയ തിരക്കില്ലാത്തൊരു സമയമാണിത്. ഈ സമയത്ത് തന്നെയാണ് കടകളിലേക്ക് മറ്റും എത്തുന്നത്. പ്രത്യേകിച്ച് പോലീസ് പറയുന്നത് രാവിലെ ഈ കടകളിലേക്ക് എത്തുന്നവരെല്ലാം തന്നെ എന്തെങ്കിലും പാല് വാങ്ങിക്കാനോ അത് വളരെ പെട്ടെന്ന് കയറി തിരിച്ചു വരാമെന്ന ധാരണയിലേക്ക് കടകളിലേക്ക് കയറി പോകുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ATM കൗണ്ടറിലേക്ക് തിരക്കില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങാം എന്നുള്ള ധാരണയിൽ കയറി പോകുന്നവരുണ്ട്. അതാണ് ഇവര് ലക്ഷ്യം വെക്കുന്നത്. അതെല്ലാമാണ് ഇവർ ഉന്നം വെച്ച് നിൽക്കുന്നത്. മറ്റു ഭാഗത്തുനിന്ന് ഇയാൾ റോഡിനപ്പുറത്ത് ഇത് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. താക്കോൽ അതിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. വളരെ വേഗം അയാൾ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇവിടേക്ക് എത്തുന്നു. ATM-നകത്ത് ആളുണ്ട്, അയാളുടെ പണം എടുക്കുകയാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അയാൾ ഈ ഒരു മോഷണത്തിൽ വളരെ ചിരപരിചിതനാണെന്ന് തന്നെ പോലീസ് കരുതുന്നു. അതുപോലെ തന്നെ ആ ഹെൽമെറ്റ് ധരിച്ച് വളരെ പെട്ടെന്ന് ഈ കല്ലൂർ കടവന്തറ റോഡിൽ നിന്ന് മാറുന്നു എന്നതാണ്. ഇപ്പോൾ പോലീസിന്റെ അറിയിപ്പ് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഡാനി, ഇത് പട്ടാപ്പകൽ രാവിലെ 8 മണി സമയത്ത് എറണാകുളം നഗരം നമുക്കറിയാം. ഇത് നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കലൂരിൽ നിന്ന് കടവന്തറയ്ക്ക് പോകുന്ന വഴിയിൽ കലൂർ ബസ് സ്റ്റാൻഡിന് വളരെ അടുത്തുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ എത്തുന്ന ഒരാൾ അവിടെ നമ്മുടെ ഓഫീസിന് തൊട്ട് മുന്നിൽ തന്നെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ മുഖം വ്യക്തമാവുന്ന തരത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ശ്യാം കണ്ടിരുന്നോ ഇയാൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകുന്നത്? ശ്യാം വളരെ പെട്ടെന്ന്, അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയും ഇയാൾ പാഞ്ഞു പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം
അയാൾ ഇറങ്ങുന്ന ഒരു ശ്യാം അകത്തുനിന്ന് ഇറങ്ങുന്ന ഒരു സമയത്തേക്ക് തന്നെ സ്കൂട്ടർ കൈക്കലാക്കി എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ ഇയാൾ എങ്ങോട്ടാണ് പോയത്, പ്രത്യേകിച്ച് നേരെ ചെല്ലുന്നത് കലൂർ ജംഗ്ഷനിലേക്കാണ്. വളരെ തിരക്കുള്ള ഒരു ജംഗ്ഷനിലാണ്. അവിടെ എല്ലാം തന്നെ CCTV കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തിയോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏത് ദിശയിലേക്കാണ് ഇയാൾ തിരിഞ്ഞതെന്ന് അടക്കം വിപുലമായ രീതിയിലേക്ക് പരിശോധന തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പരാതി പ്രകാരമുള്ള ഒരു അന്വേഷണം നടക്കുന്നു. മറ്റു സ്റ്റേഷനുകൾക്കും അതോടൊപ്പം തന്നെ ട്രാഫിക് സ്റ്റേഷനിലേക്ക് എല്ലാം തന്നെ വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ സഹപ്രവർത്തകന്റെ ഒരു ഇരുചക്ര വാഹനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നതിനേക്കാളും അപ്പുറം ഇത്തരം ഒരു സംഘങ്ങൾ കൊച്ചി നഗരത്തിൽ വ്യാപൃതമാണ് എന്ന രീതിയിൽ തന്നെ പലപ്പോഴും വാർത്തകളുണ്ട്. ഇവർ ഈ തട്ടിപ്പ് സംഘം. ശ്യാം അടുത്തുണ്ടോ? ശ്യാം നമ്മുടെ ക്യാമറാമാനാണ്, ന്യൂസ് 18 ക്യാമറാമാനാണ്. ന്യൂസ് 18 ക്യാമറാമാൻ ഷ്യാമിന്റെ ബൈക്കാണ്, സ്കൂട്ടറാണ് മോഷ്ടിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. ശ്യാം അടുത്തുണ്ടോ ഡാനി? ശ്യാം അടുത്തില്ല. ശ്യാം അത് പോലീസ് സ്റ്റേഷനകത്താണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി നൽകുകയാണ്. അവരതിൽ നിന്ന് ശ്യാമിൽ നിന്ന് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങൾ നടത്തുകയാണ്, വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. എന്തായാലും നിലവിലെ ഒരു വിവരങ്ങൾ ഇതാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസ് പറയുന്ന ഒരു കാര്യം അതൊരു പ്രതീക്ഷ കൊടുത്തതാണ്. കാരണം ഇത് സ്ഥിരം തട്ടിപ്പ് സംഘങ്ങൾ തന്നെയാണ്. അതിൽ പലരും തന്നെ നിരീക്ഷണത്തിലാണ്. ഇത്തരം സംഘങ്ങൾ പതിവുകാരായതുകൊണ്ട് തന്നെ ഒരു രീതികളെല്ലാം തന്നെ പോലീസിന് കൃത്യമായി അറിയാവുന്നതാണ്. എങ്ങോട്ട് മാത്രവുമല്ല, ഇത് നഗരത്തിൽ ഈ CCTV ക്യാമറകളും മറ്റു നിരീക്ഷണ ക്യാമറകളും എല്ലാം തന്നെ വളരെ കൂടുതലുള്ള ഒരിടമാണ്. ഈ കലൂർ കടവന്ത്ര റോഡും അതോടൊപ്പം തന്നെ ആ കലൂർ ജംഗ്ഷനിലേക്കും എല്ലാം തിരിയുന്നത്. അതുകൊണ്ട് ഇവിടേക്കെല്ലാം തിരിയുന്ന എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിയുമെന്ന് തന്നെയാണ് അവരുടെയും ഒരു ആത്മവിശ്വാസമുള്ളത്. ഏതായാലും അത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം തുടരുന്നു എന്നതാണ് എൽദോ. എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഡാനി. കാരണം അത് നമ്മുടെ ഒരു സഹപ്രവർത്തകന്റെ ബൈക്ക് മോഷ്ടിക്കപ്പെട്ടു എന്നതിലല്ല, അയാൾ വരുന്നു, വളരെ കൂളായി വരുന്നു, ചുറ്റും നോക്കുന്നു, നേരെ ബൈക്ക് എടുത്ത് പോകുന്ന ഒരു സാഹചര്യം. അതും എറണാകുളം പോലെ നഗരത്തിൽ ഈ പകൽ നേരത്താണ് എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം. ഈ പോലീസ് സംഘമൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണോ? പോലീസ് ഇത് സമാനമായ രീതിയിൽ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇവർ പലരെയും തന്നെ പിടികൂടുന്നുണ്ട്. കാരണം ഇപ്പോൾ CCTV കാര്യങ്ങളും ഇതെല്ലാം തന്നെ ദൃശ്യങ്ങൾ ശേഖരിക്കാനെല്ലാം തന്നെ കഴിയുന്നതും ഇവരെങ്ങോട്ട് തിരിയുന്നു എന്നതെല്ലാം തന്നെ അടയാളപ്പെടുത്താനൊക്കെ കഴിയുന്നതുകൊണ്ട് വലിയ ദൂരത്തിലേക്ക് പോകാൻ കഴിയില്ല. സാധാരണ പലരെയും തന്നെ വളരെ പെട്ടെന്ന് പിടികൂടാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഇത്തരം സംഘങ്ങളെല്ലാം തന്നെ വ്യാപകമായ ഒരു അവസ്ഥയിലുണ്ട്. പലരും തന്നെ നിരീക്ഷണത്തിലുണ്ട്. ഈ സംഘാംഗങ്ങളെ എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്, മറിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ പൊളിച്ചു വിൽക്കുകയോ എല്ലാം തന്നെ ചെയ്യുന്ന ഒരു രീതി എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെ കുറിച്ച്, ഈ സംഘങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ പോലീസിനുണ്ട്. എങ്കിൽ കൂടിയും ഇത് വളരെ ചിരപരിചിതരായ ആളുകൾ തന്നെ ചെയ്തതാണ് എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ഇയാൾ വളരെ നിമിഷം കൊണ്ട് തന്നെ ഇപ്പോൾ ശ്യാം അകത്തേക്ക് ATM-നകത്തേക്ക് കയറുന്ന ആ സമയത്ത് അയാളുടെ താക്കോൽ അവിടെ ഉണ്ടെന്ന് വളരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരം ആളുകൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇത്തരം ഈ ക്യാഷ് മിസ്സിംഗ് സംഭവിക്കുന്ന ആളുകളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് കയറി വരാം, ഇറങ്ങാം. അത് പോലീസ് പറയുന്നത് രാവിലെയാണ് ഇത്തരം ഈ രീതിയിലുള്ള പല സംഭവങ്ങളും നടക്കുന്നത്. കടകളിലേക്ക് കയറി പോകുന്നത്, ഒരു പാല് വാങ്ങിച്ച് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന രീതിയിലേക്ക് ഓടിക്കയറി ഇറങ്ങുമ്പോഴേക്കും ഇവർ ഈ വാഹനം കരസ്ഥമാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ATM-ലേക്ക് കയറുന്നു, ATM-ലേക്ക് ആരുമില്ലാത്ത തിരക്ക് വന്നു തുടങ്ങിയിട്ടില്ലാത്ത സമയമാണ്. സാധാരണ അവിടെ വർക്കിംഗ് അവേഴ്സ് എല്ലാം ആയി കഴിഞ്ഞാൽ ധാരാളം ആളുകൾ എത്തുന്ന സമയമാണ്. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് വന്നു പോകുന്നതാണ്. മാത്രമല്ല സ്ഥിരം ഓഫീസിലേക്കും എല്ലായ്പ്പോഴും അല്ലെങ്കിൽ ATM-ലേക്കൊക്കെ വരുന്ന ഇടമാണ്. ശരി ഡാനി, എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ആ മോഷ്ടാവിനെ പിടികൂടാൻ കഴിയട്ടെ. ശ്യാംലാലിന് ആ സ്കൂട്ടർ തിരികെ ലഭിക്കട്ടെ. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV-യിൽ എന്താണെങ്കിലും അയാളുടെ ആ മോഷ്ടാവിൻ്റെ ദൃശ്യം പതിഞ്ഞത് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന, കൂടുതൽ സാഹചര്യമൊരുക്കും പോലീസിന് അന്വേഷണം എളുപ്പത്തിലാക്കാൻ എന്നും കരുതാം. ഡാനി പോളാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ കൺസ്യൂമർ ഫെഡ് വിഷുചന്തകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. 13 ഇന അവശ്യ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുക. സംസ്ഥാനത്താകെ 250-ലധികം റംസാൻ വിഷുചന്തകൾ തുടങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വിലക്കേർപ്പെടുത്തിയത്.
നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ അതിജീവിതയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹൈക്കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. കൊട്ടാരക്കര പനവേലിയിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. വാതക ചോർച്ച അത് സംഭവിച്ചിട്ടില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത്. MC റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ടൈംസുമായി സജിത്ത് ചേരും. വർഷങ്ങൾക്ക്